ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വിഷുവിൻ്റെ ഒരു ചൂടിലായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത് വിഷുവിനുള്ള കുറച്ച് പർച്ചേസിങ്ങിനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് പടക്കം മേടിക്കാനാണ്. വളക്കായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ ചെറിയ പടക്കങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ധനുഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന്. പിന്നെ ഓന് നല്ല ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു ചടപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാ വളക്കായി എത്തിയിട്ടുണ്ട്. നീതി പടക്കങ്ങളാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. ഇവിടെ ചെറിയ രീതിക്ക് റേറ്റ് കുറഞ്ഞിട്ടാണ് വിൽക്കുന്നതെന്ന് കേട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് ചാടി വന്നത്. പറഞ്ഞ പോലെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ 2-3 ഐറ്റംസ് ഇവർ ഫ്രീ ആയിട്ട് തരുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുകയാണ് എന്തെല്ലാം വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിച്ചറിയാണ് കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ അവർ നമുക്ക് പുതിയ ഐറ്റംസൊക്കെ ഇങ്ങോട്ടേക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ട്രയൽ ഇട്ടിട്ടുണ്ട്. ഈ പടക്കക്കടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര മെമ്മറീസാണ് കേട്ടോ എൻ്റെ മൈൻഡിലോട്ട് കടന്നു പോകുന്നത്. അതായത് പണ്ട് അച്ഛൻ്റെ കൈയും പിടിച്ച് കണ്ണൂരിൽ ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇതുപോലെ പടക്കം വാങ്ങാൻ പോയതും ഡ്രസ്സ് എടുക്കാൻ പോയതും വിഷു പർച്ചേസ് അങ്ങനത്തെ അല്ലറച്ചില ഐറ്റംസ് വാങ്ങാൻ പോയതായാലും അതൊക്കെ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടിയാണ് കല്യാണം കഴിയുന്നത് വരെയും നമ്മൾ ടൗണിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നത്. അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ. ഓർക്കുമ്പോൾ തന്നെ എന്തോ സങ്കടമാണ് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ വിഷുവിൻ്റെ ഒരു 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം ഗ്യാപ്പിലൊക്കെയാണ് നമ്മൾ ഈ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ചൂട് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നഗരത്തിലുള്ള ആ ഒരു ഭംഗി മൊത്തം ആസ്വദിച്ചായിരിക്കും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ പെട്ട് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്തോ ഒരു സങ്കടം വരികയാണ് കേട്ടോ. ഇപ്പം അതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്നത് വരെയും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോൾ ഓണായാലും അങ്ങനെയൊക്കെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര മിസ്സിങ് ആണ്. അതൊക്കെ എന്തോ ഭയങ്കര ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു രസമുള്ള കുറേ നിമിഷങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു ലോഡ് പടക്കം വാങ്ങിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ പോകുന്ന പോക്കിൽ നമ്മൾ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു പൈസക്ക് വാങ്ങിച്ച പടക്കം വളരെ കുറവായിരുന്നു. ഇപ്പം നോക്കിയേ അതേ റേറ്റിന് തന്നെയാണ് നമ്മൾ ഏകദേശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ക്വാണ്ടിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ ചെറിയ ഐറ്റംസ് വാങ്ങിക്കുക. അതായത് ധനുഷിൻ്റെ ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ ഇടാൻ വേണ്ടിയിട്ടൊരു ബെൽറ്റ് വാങ്ങിക്കുകയാണ് അവിടുന്ന്. നല്ല തിരക്കാണ് കേട്ടോ ടൗണിൽ മൊത്തം. അപ്പോൾ ഇത് നമ്മുടെ ഓഫീസ് ഇവിടെയാണ്, അൻസാർ കോംപ്ലക്സിൽ. അപ്പോൾ ഇനി നമുക്കുള്ള പർച്ചേസ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ഖാദീൻ്റെ ഷോപ്പിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അച്ഛന് ഖാദീൻ്റെ മുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. പൊതുവേ നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലൊക്കെയാണ് കയറുന്നത്. എല്ലാ സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറാണ്. ധനുഷുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉന്തിക്കൊണ്ട് നടക്കാനായിട്ട്. അത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പുള്ളി തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം അപ്പം ചുടുമ്പോൾ മരിപ്പക്കയിൽ വീണിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ അതൊരെണ്ണം നോക്കി എടുത്തിട്ടുണ്ട്. ദച്ചുവിനെ കാണുന്നില്ല. ദച്ചു ഉണ്ടല്ലോ, ആ വണ്ടിയൊക്കെ എന്തി കൊണ്ടുപോകുമ്പോൾ അവൻ്റെ വിചാരമില്ലേ വേറെ എന്തോ വണ്ടിയാണോ ഓപ്പോസിറ്റ് വരുന്നതെന്നൊക്കെയാണ്. അപ്പോൾ സൈഡ് കൊടുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവനത് ഉന്തിത്തള്ളി നടന്നുകൊണ്ടിരിക്കുന്നത്. അവനെ കാണുന്നില്ല എൻ്റെ പുറകെ ഉന്തി. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട കളറാണ് മഞ്ഞ. അവൻ്റെ അച്ഛനും അതെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് രണ്ടുപേർക്കും യെല്ലോ കളറ്. അവൻ എന്ത് നോക്കുമ്പോഴും അതിൻ്റെ പുറത്തെ ഇത് നോക്കിയിട്ടാണ് എടുക്കുക. മഞ്ഞ കണ്ടാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം നല്ലതാണോ അങ്ങനെയൊന്നുമില്ല. അവന് ഇഷ്ടപ്പെട്ടത് ആ പായസത്തിൻ്റെ കവറ് മഞ്ഞ കണ്ടപ്പോൾ അത് തന്നെ വേണമെന്ന് എനിക്ക് ഫിക്സ് ആക്കിയതാട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് ധനുഷു അധികം കണ്ണ് പോലെ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന് അതൊക്കെ ഇതാക്കിയിട്ട് ആ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കഴിയുമ്പോൾ അതൊക്കെ മാറ്റിയെടുത്ത് വേറെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാരണം തണുപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഈയുടെ അടുത്തടുത്തായിട്ട് കുറച്ച് ഇത് കുടിക്കുന്നുണ്ടായിരുന്നു. അതായത് അടിക്കടിക്കായിട്ട് നമ്മൾ ചൂടുകാലമല്ലേ, അതുകൊണ്ട് തന്നെ അവൻ തണുത്ത ഐറ്റംസ് കുറച്ച് അധികം കഴിക്കണേ. അപ്പോൾ എനിക്ക് പേടിയാണ്, അതായത് എന്തെങ്കിലും ജലദോഷമോ കാര്യങ്ങളോ പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി അത് കാണല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അവനും അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അല്ലറ ചില്ലറ ഐറ്റംസ് പിന്നെയും വാങ്ങിക്കാനുണ്ട്. അത് പച്ചക്കറി ഐറ്റംസൊക്കെ ഹസ്ബൻഡ് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫേവറേറ്റ് സ്പോട്ടായ തീവണ്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറ്റിപ്പുറത്ത് മുന്നേതായിട്ടുള്ള സ്റ്റോപ്പിലാണ് ഈ തീവണ്ടി എന്ന് പറയുന്ന തട്ടുകട വരുന്നത്.
അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഒരു വട്ടം കഴിച്ചതിന് ശേഷം ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. പിന്നെ ഒട്ടുമിക്ക തട്ടുകടയിൽ നമ്മൾ പോയിന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ഉള്ളവരൊന്നും ഒരു പരിചയവും കാണത്തില്ല. ഇവിടെ ഇവരെന്ന് വെച്ചാൽ വരുന്ന കസ്റ്റമേഴ്സിനോട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ടോക്ക് ചെയ്യുക. ഇവരുടെ ഫുഡ് പോലെ തന്നെ ഇവരും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമുക്ക് എന്താണ് സ്പെഷ്യൽ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം. പിന്നെ നമ്മൾ കഴിക്കാനുള്ളത് ഓർഡർ ചെയ്യുകയും വേണം കേട്ടോ. ഇതെന്നാ സ്പെഷ്യലാ? കപ്പ ബിരിയാണി ബോൺലെസ് ആണ്. അങ്ങനെ നമ്മളെ കപ്പയും ബീഫും എത്തിയിട്ടുണ്ട്. സേവ് ചെയ്ത ആ ഒരു രീതി കാണുമ്പോൾ തന്നെ ഫുള്ളും കഴിക്കാനുള്ള ആ ഒരു മൂഡ് വരും അല്ലേ. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത്തിക്കിരം ടേസ്റ്റ് തന്നെയാണ്. ഇവരുടെ എല്ലാ ഫുഡും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ നോട്ട് ചെയ്ത മറ്റൊരു കാര്യമാണ്, ഞാനിവിടെ ഫസ്റ്റ് ടൈം ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഫുഡൊക്കെ സൂപ്പറാണ്. പക്ഷേ ചായയിൽ മാത്രം ചെറിയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരോട്. അതായത് നല്ല രീതിക്ക് കടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്പ്പും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലവർക്ക് അങ്ങനത്തെ ചായ ആയിരിക്കും ഇഷ്ടം, പക്ഷെ ഒട്ടുമിക്ക പേർക്കും അധികം കടുപ്പും അങ്ങനെ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അത് ഞാൻ അവരുടെ അടുത്ത് ചെറിയൊരു ഫോൾട്ട് ഉള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പ്രശ്നമില്ല, ഫുഡ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചായയിൽ മാത്രമുള്ള പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്കും അവരുണ്ടല്ലോ പിറ്റേന്ന് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റിലുള്ള ചായയാണ് കേട്ടോ തന്നിട്ടുണ്ടായത്. അതായത് നമ്മൾ കസ്റ്റമർ പറയുന്ന അഭിപ്രായങ്ങൾ അവർ സ്വീകരിച്ച് അതവർ തിരുത്താൻ വേണ്ടി നോക്കലുണ്ട് കേട്ടോ. അതവരുടെ മെയിൻ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് തീവണ്ടി. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ലുക്ക് ഇതാണ് കേട്ടോ. ഈ ഒരു പിക്ക് വെച്ചിട്ട് തന്നെയാണ്, തീവണ്ടി എന്ന് എഴുതിയ ഈ ഒരു പിക്ക് വെച്ചിട്ട് തന്നെയാണ് ഇവർക്കൊരു ഇൻസ്റ്റാ ID ഉണ്ട്, ഫോളോ ചെയ്യാം കേട്ടോ. ഈ സ്പോട്ടിൻ്റെ പ്രോപ്പർ സ്ഥലം പറയുകയാണെങ്കിൽ തളിപ്പറമ്പിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പം 7-ാം മൈലിനടുത്തായിട്ട് തന്നെയാണ്. കുറ്റിപ്പുറം എത്തുന്നതിന് തൊട്ട് മുന്നിലായിട്ട് കേട്ടോ. സദേൺ സ്റ്റീലിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നവർ തീർച്ചയായും വന്ന് കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. നല്ല ഇരുട്ടായി. നമ്മൾ വാങ്ങിച്ച പടക്കമൊക്കെ എടുത്ത് പടക്കമൊക്കെ പൊട്ടിച്ച് തുടങ്ങുകയാണ് കേട്ടോ. ആപ്പൻ്റെ മക്കളും ഉണ്ട് താഴത്തുനിന്ന്, അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്താ പടക്കമൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. ചിലത് പൊട്ടിട്ടു. ഇതോടുകൂടി നമ്മുടെ വിഷു ആഘോഷം തുടങ്ങി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ ബൈ.